നമ്മുടെ ചായയിലും കാപ്പിയിലും പലഹാരങ്ങളിലുമെല്ലാം നിത്യേന ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് പഞ്ചസാര. എന്നാൽ പച്ച നിറമുള്ള കരിമ്പിൻ ജ്യൂസിൽ നിന്നും എങ്ങനെയാണ് ഈ വെളുത്ത പഞ്ചസാര ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് പഞ്ചസാര നിർമ്മിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കരിമ്പിൻ പാടങ്ങളിൽ നിന്നാണ് പഞ്ചസാര നിർമ്മാണത്തിന്റെ ആരംഭം. നമ്മുടെ രാജ്യത്ത് കാർഷിക ഉൽപാദനത്തിന്റെ ഒരു പ്രധാന ഭാഗം കരിമ്പ് കൃഷിക്കായി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. സാധാരണയായി 10 മുതൽ 12 മാസം വരെയാണ് കരിമ്പ് വിളവെടുക്കാനുള്ള സമയം. ചൂടും നല്ല മഴയുമുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ചെടികൾ പാകമാകുമ്പോൾ തന്നെ വിളവെടുപ്പ് തുടങ്ങുന്നു. കാരണം സമയം താമസിച്ചാൽ കാമ്പിന് മധുരം കുറവായി വരാറുണ്ട്. കരിമ്പ് വെട്ടിയതിനു ശേഷം അതിന്റെ ഇലകൾ മാറ്റി തണ്ടുകൾ പല ബണ്ടിലുകളാക്കി മാറ്റിയാണ് ഫാക്ടറികളിലേക്ക് എത്തിക്കുന്നത്. സാധാരണയായി കരിമ്പ് വിളവെടുത്ത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് അടുത്തുള്ള ഫാക്ടറികളിലേക്ക് എത്തിക്കും. ഫാക്ടറികളിൽ എത്തിച്ച കരിമ്പിൻ തണ്ടുകൾ മുറിച്ച് മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതാണ് ആദ്യപടി. ഇങ്ങനെ വൃത്തിയാക്കിയ കരിമ്പ് സ്വിംഗ് ഹാമർ ക്രഷറുകളിലോ അല്ലെങ്കിൽ നീണ്ട ചാലുകളുള്ള റോളറുകളിലൂടെയോ കടത്തിവിടും. ചതച്ച കരിമ്പിൽ നിന്ന് ജ്യൂസ് വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെ മില്ലിംഗ് എന്നാണ് പറയുന്നത്. തുടർച്ചയായി 5 മില്ലുകളിലൂടെ കടത്തിവിടുന്ന കരിമ്പിൽ നിന്ന് ജ്യൂസും ബഗാസും വേർതിരിച്ചെടുക്കുന്നു. ഈ ബഗാസ് പിന്നീട് ഫാക്ടറിയിൽ തന്നെ ഇന്ധനമായി ഉപയോഗിക്കാറാണ് പതിവ്. ജ്യൂസ് അരിച്ചതിന് ശേഷം വരുന്ന കരിമ്പിന്റെ ശേഷിച്ച ഭാഗത്തെയാണ് ബഗാസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന കരിമ്പിൻ ജ്യൂസിന് അസിഡിക് സ്വഭാവവും ഇരുണ്ട പച്ച നിറവുമായിരിക്കും ഉണ്ടാവുക. ഇതിനെ വലിയ കണ്ടെയ്നറുകളിലാണ് ശേഖരിക്കുന്നത്. പച്ച നിറമുള്ള കരിമ്പിൻ ജ്യൂസ് നമ്മൾ ഉപയോഗിക്കുന്ന വെളുത്ത പഞ്ചസാരയാക്കി മാറ്റുവാൻ ഇനിയും ചില കടമ്പകൾ കടക്കണം. ഈ ജ്യൂസ് ഫിൽറ്റർ ചെയ്ത് നിറം കുറയ്ക്കുന്നതിനായി 20 മീറ്റർ വരെ നീളമുള്ള ടവറുകളാണ് ഉപയോഗിക്കുന്നത്. ടവറിന് മുകളിൽ നിന്ന് താഴേക്ക് ജ്യൂസ് ഒഴുക്കുകയും ടവറിന് അടിഭാഗത്തു നിന്ന് സൾഫർ ഡയോക്സൈഡ് വാതകം പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. സൾഫിഡേഷൻ എന്നാണ് ഇതിനെ പറയുന്ന പേര്. ഇങ്ങനെ സൾഫർ ഓക്സൈഡ് മുകളിലേക്ക് കയറുന്നതിലൂടെ ജ്യൂസിനുള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ജ്യൂസിന്റെ നിറം കടും പച്ചയിൽ നിന്നും ഇളം നിറമാവുകയും ചെയ്യുന്നു. ഓരോ 10 ലക്ഷം പൗണ്ട് ജ്യൂസിനും ഏകദേശം 120 മുതൽ 200 പൗണ്ട് വരെ സൾഫർ ഡയോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ശേഷം ജ്യൂസിലെ പഞ്ചസാരയല്ലാത്ത ഭാഗങ്ങളെ നീക്കം ചെയ്യാനായി കാർബണൈസേഷൻ, ആൽക്കലൈസേഷൻ എന്നിങ്ങനെ 2 പ്രക്രിയകളാണ് ഉപയോഗിക്കാറുള്ളത്. ശുദ്ധീകരിച്ച ജ്യൂസ് തിളപ്പിച്ച് അതിലെ പ്രോട്ടീൻ വിഘടിപ്പിക്കുന്നു. ജ്യൂസിന്റെ ആൽക്കലൈൻ സ്വഭാവം കുറയ്ക്കാനായി കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ മിൽക്ക് ഓഫ് ലൈം ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് മണിക്കൂറുകളോളം സമയമെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അവസാനം ക്ലീൻ ചെയ്ത ജ്യൂസ് മുകളിൽ നിന്നും അരിച്ചു മാറ്റിയ ചെളി താഴ്ഭാഗത്തു കൂടെയും വേർതിരിച്ചെടുക്കുന്നു. ഈ ചെളി വെറുതെ കളയുമെന്ന് ആരും കരുതരുത്. പിന്നീട് വളമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വേസ്റ്റ് മെറ്റീരിയലാണിത്. ഇനി അടുത്ത പ്രോസസ്സാണ് ഇവോപ്പറേഷൻ. അതായത് ശുദ്ധീകരിച്ച ജ്യൂസ് വാക്വം ഇവോപ്പറേറ്ററിന്റെ സഹായത്തോടെ തിളപ്പിക്കുകയും ഇതോടെ ജ്യൂസ് കട്ടി കൂടിയ ഒരു സിറപ്പായി മാറുകയും ചെയ്യുന്നു. ഇതിൽ 50 മുതൽ 60% വരെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടാകും. പഞ്ചസാര നിർമ്മാണത്തിലെ അടുത്ത സുപ്രധാന ഘട്ടമാണ് ക്രിസ്റ്റലൈസേഷൻ. ഈ പ്രോസസ്സിൽ ഷുഗർ സിറപ്പ് വാക്വം പാനിൽ വീണ്ടും തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് പ്യുവർ സൂക്രോസ് ക്രിസ്റ്റൽ ചേർക്കുന്നതിനെ സീഡിംഗ് എന്ന് പറയുന്നു. സീഡിംഗ് ചെയ്യുന്നതോടെ പഞ്ചസാര ലായനിയിൽ പുതിയ ഷുഗർ ക്രിസ്റ്റൽസ് രൂപപ്പെടുന്നു. ക്രിസ്റ്റൽ രൂപപ്പെടുന്നതിനനുസരിച്ച് സിറപ്പ് കട്ടികൂടി പേസ്റ്റ് പോലെയാവുകയും ചെയ്യും. ഇതിനെ മാസ എന്നാണ് വിളിക്കുന്നത്. ഷുഗർ ക്രിസ്റ്റലുകളുടെയും മൊളാസസിന്റെയും മിക്സ്ചറാണ് മാസ. ക്രിസ്റ്റൽ ആവാത്ത ഷുഗർ സിറപ്പിനെയാണ് മൊളാസസ് എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈസേഷന് ശേഷം വരുന്ന പ്രോസസ്സാണ് സെൻട്രിഫ്യൂഗേഷൻ. ഇവിടെ നേരത്തെ ലഭിച്ച മാസ ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻട്രിഫ്യൂജ് മെഷീനിലേക്ക് നീക്കുന്നു. 1000 മുതൽ 2800 RPM വരെ വേഗത്തിൽ ചുറ്റുന്ന മെറ്റൽ ബാസ്ക്കറ്റിലെല്ലാം നടക്കുന്നത്. ഈ സമയത്ത് മൊളാസസ് എന്ന കറുത്ത ദ്രാവകം സെൻട്രിഫ്യൂജ് ബാസ്ക്കറ്റിലൂടെ പുറത്തേക്ക് കടത്തിവിട്ട് അത് പിന്നീട് ചൂടുള്ള ടാങ്കുകളിൽ സംഭരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം പഞ്ചസാരയുടെ ക്രിസ്റ്റൽസ് ബാസ്ക്കറ്റിൽ തന്നെ ശേഖരിക്കും. ഇവ വീണ്ടും വൃത്തിയുള്ളതും തിളങ്ങുന്നതുമാക്കാൻ സ്പ്രിംഗ് വാട്ടർ ഉപയോഗിച്ച് കഴുകും. ഏറ്റവും അവസാനമായി നിർമ്മിച്ചെടുത്ത പഞ്ചസാര എങ്ങനെ ഉണക്കി പാക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഷുഗർ ക്രിസ്റ്റൽസ് ഹോട്ട് എയർ ഉപയോഗിച്ചാണ് ഉണക്കിയെടുക്കുന്നത്. 0.02% താഴെ മാത്രമായിരിക്കും അവയിലെ വെള്ളത്തിന്റെ അളവ്. ശേഷം ഗ്രാനുലേറ്റർ എന്ന മെഷീന്റെ സഹായത്തോടെ കറക്കി വൈബ്രേറ്റിംഗ് സ്ക്രീനുകൾ ഉപയോഗിച്ച് പല വലുപ്പത്തിലുള്ളവയെ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇവയെല്ലാം സ്റ്റോറേജ് കണ്ടെയ്നറുകളിലേക്കാണ് മാറ്റി സൂക്ഷിക്കുന്നത്. ശേഷം അവിടെ നിന്നും പാക്ക് ചെയ്ത് ഷുഗർ വിപണിയിലെ ഉപഭോക്താവിന്റെ കൈകളിലേക്ക് എത്തിക്കുന്നു.
നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പഞ്ചസാര ഉണ്ടാക്കുന്നത് എത്രയൊക്കെ പ്രോസസ്സുകളിലൂടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.